പോയ ഒരു മകൻ തിരിച്ചെല്ലാം നഷ്ടപ്പെട്ടു വരുമ്പം ഞാനാണ് അപ്പനെങ്കിൽ അവനാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റ് അകത്ത് പോയി കിടക്കും. അങ്ങനെ ഞാൻ വേലക്കാൻ തന്നെ അവൻ വരുന്നുണ്ട് കേട്ടോ, അവൻ താഴെ ഒന്ന് ബെല്ലടിക്കട്ടെ, നീ ഞാൻ തുറന്നിട്ട് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് കയറ്റി വിട്ടാൽ മതി. എന്നിട്ട് അവൻ വന്ന് അടുത്ത് കട്ടിലിപ്പുറത്ത് വന്ന് മുറിയിലോട്ട് കയറി അപ്പോൾ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഭിത്തിയിലോട്ട് ചരിഞ്ഞായിരിക്കും കിടക്കുന്നത്. ഞാൻ ആദ്യം കേൾക്കാത്ത കൊണ്ടി കിടക്കും. ഇപ്പം പിന്നെ ഒന്നര പ്രാവശ്യം ശബ്ദം കൂട്ടി അപ്പോൾ എന്നൊക്കെ വിളിക്കുമ്പോൾ ആ വന്നോ, ഇനിയും പൈസ വേണമായിരിക്കും. പഴയ ആകാശവാണി നാടക ഡയലോഗ് പോലായിരിക്കും പിന്നെ. പക്ഷെ അങ്ങനെയൊന്നും എൻ്റെ സ്വർഗത്തിലെ പിതാവ് ചെയ്തില്ല. ആ പിതാവിന് മകൻ നടന്ന് ഇനി എത്താൻ ഉള്ള ക്ഷമയില്ല. ഈ അപ്പൻ ഓടി അങ്ങോട്ട് പോയി. ചെന്നിട്ട് അവിടെ ഇരിക്കുന്നത് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. പക്ഷെ അവൻ ആ പന്നിക്കൂട്ടി വെച്ച് ഞാൻ തിരിച്ചെൻ്റെ അപ്പൻ്റെ അടുത്ത് പോകുമെന്ന് തീരുമാനം എടുത്തപ്പോൾ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു. എന്താണെന്നറിയാം? ഞാൻ ചെന്നിട്ട് അപ്പൻ്റെ അടുത്ത് ഇങ്ങനെ പറയും. എന്താണ്? അപ്പ, ഇനി അപ്പൻ്റെ മകനെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത എനിക്ക് ഇല്ല. പകരം നിൻ്റെ വീട്ടിലൊരു വേലക്കാരനായിട്ടെങ്കിലും എന്നെ കൈക്കൊള്ളണം. ഇത്രയേ ഉള്ളൂ, മിനിമം ഇത്രയേ ഉള്ളൂ. ആണ് എനിക്ക് വിശന്നിട്ട് വയ്യ, എല്ലാം നഷ്ടപ്പെടുത്തി, ജോലിയും കിട്ടുന്നില്ല, കിട്ടിയ ജോലിക്ക് ശമ്പളം ഭക്ഷണം പോലും തരുന്നില്ല. ഇത്രയ്ക്ക് ഞാൻ അതപ്പത്തിച്ചുകൊണ്ട് ഇനി നിൻ്റെ വീട്ടിൽ വേലക്കാരനായിട്ട് നിന്നോളെ. അത് നമ്മൾ കേൾക്കുമ്പോൾ അത് ശരിയാണ്, അത് കുഴപ്പമില്ല, അത് വേണേൽ കൊടുക്കാമല്ലേ, വേലക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, കൂട്ടത്തിലൊരു വേലക്കാരനും കൂടെ അത് തന്നോട്ടെ. ഇത് പറയുമെന്ന് പറഞ്ഞാണ് ഇവൻ വന്നത്. ഈ അപ്പൻ കെട്ടിപ്പിടിച്ചിങ്ങനെ വെച്ചപ്പം അതിനിടയിൽ കൂടി ഇവൻ ഈ ഡയലോഗ് കാച്ചി. എന്താണ്? അപ്പ, മകനെന്ന് വിളിക്കാനുള്ള യോഗ്യതയില്ല, ഒരു വേലക്കാരനാക്കണം എന്നെ. അപ്പൻ ഒരു ഉത്തരവും അതിന് പറഞ്ഞില്ല. വേലക്കാരനാക്കാമോ ഇല്ലയോ എന്ന് പറഞ്ഞില്ല. പകരം അപ്പൻ എന്താ ചെയ്തതെന്നറിയാമോ? ആരെവിടെ? പെട്ടെന്ന് വേലക്കാരോട്, ഇന്ന് സാർ വിശേഷമായ വസ്ത്രം കൊണ്ടുപോവാ, ഇവനെ ധരിപ്പിക്കുക. പെട്ടെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് വിശേഷമായ ഒരു അങ്കി കൊണ്ടുവന്ന് ഇവനെ അങ്ങ് ധരിപ്പിച്ചു. വിശേഷമായ അങ്കി എന്ന് മലയാളത്തിൽ ബൈബിളിൽ കിടക്കുന്നെങ്കിലും രാജകുമാരന്മാർ ധരിക്കുന്ന വസ്ത്രം എന്നാണ് എൻ്റെ അർത്ഥം. എൻ്റെ അർത്ഥം ഇവനിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? പന്നിക്കൂട്ടിയിൽ നിന്ന്. ഇവൻ കുളിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായിരിക്കണം? ഇവൻ ഷേവ് ചെയ്ത് മുടി വിട്ടിട്ട് എത്ര ആളായി? ഇവൻ ഭക്ഷണം കഴിച്ചിട്ട് അത് പോട്ടെ, നാറ്റമാണിവൻ, അല്ലെ, മുഷട് വാടയടിക്കുന്നു. പക്ഷേ ആൾക്കാർ അറിഞ്ഞു കേട്ട അക്കപ്പം വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ തലപൊക്കി മതിലോട്ടെ കൂടെയൊക്കെ ആൾക്കാർ നോക്കണതിന് മുമ്പ് അപ്പൻ എന്ത് ചെയ്തു? അവനെ ഒരു വസ്ത്രം കൊണ്ട് അവനെ അങ്ങ് കവർ ചെയ്തു. പെട്ടെന്ന് ശബ്ദം കേട്ട് അപ്പുറം ഉള്ളത്, സാറിൻ്റെ മോൻ വന്നാ? ഇല്ല, ഇടേ നോണ്ട, അതാരും വന്നേന്ന് നോക്ക്. എല്ലാവരും ദാണ്ട് മറ്റേ അയ്യോ ഇളയ മോൻ. പക്ഷെ എല്ലാവരും നോക്കിയപ്പം അവൻ നല്ല റോയലായിട്ട് നിൽക്കുകയാണ്. പന്നിക്കുട്ടിയിൽ നിന്നാണ് വന്നതെന്നും ഇവൻ വന്ന കോലവും ആരും കണ്ടില്ല, അപ്പനെ കണ്ടുള്ളൂ. പക്ഷെ അപ്പൻ ആദ്യം ചെയ്തതെന്താണ്? അവനെ കവർ ചെയ്തു. ഞാനും നിങ്ങളും നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ അവനിങ്ങ് വരട്ടെ, അവളിങ്ങ് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയല്ല ദൈവം. ദൈവം ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുകയാണ്. നമ്മൾ ചെയ്ത തെറ്റ് എത്ര തന്നെയാണെങ്കിലും, നമ്മൾ എത്ര കൊടും പാവിയാണെങ്കിലും അതിനെ ഒന്നും എക്സ്പോസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അതിനെ കവർ ചെയ്യുക. കാര്യം എനിക്കൊരു സുബോധം വന്നിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. ആ സുബോധത്തിന് പറയുന്ന ബൈബിളിലെ ഒരു ഭാഷയാണ് മാനസാന്തരമെന്ന്. ആ മാനസാന്തരം എന്നുള്ള വാക്കിൻ്റെ സിമ്പിൾ അർത്ഥം മടങ്ങി വരിക എന്ന്. ദൈവത്തെങ്കിലേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലാൻ തീരുമാനിച്ചാൽ ദൈവം പിന്നെ നമ്മൾ ചെയ്തതൊന്നും നമ്മളോട് കണക്ക് ചോദിക്കുന്നില്ല. ആരുടെയും മുമ്പിൽ ഇനി നമ്മളെ അപമാനിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നില്ല. കാര്യം നമ്മൾ അവൻ്റെ മക്കളാണ്. നമ്മളൊരു പക്ഷേ ദൈവത്തെ വിട്ട് പോയി എന്നുള്ള സത്യമാണ്. പക്ഷേ മടങ്ങി വരാൻ തീരുമാനിച്ചാൽ നമ്മളെ പൊതിയുന്ന ദൈവം, നമ്മളെ അപമാനിക്കുന്ന ദൈവമല്ല, മാനിക്കുന്ന ദൈവം. അടുത്തത് നീ എന്തോ പറഞ്ഞത്? മകനാക്കണ്ട, വേലക്കാരനാക്കിയാൽ മതി. ആരെവിടെ? കൊണ്ടുപോവാ, വിലയേറിയ മോതിരം കൊണ്ടുപോവാ. ഒരു മോതിരം കൊണ്ട് എൻ്റെ വേദനയിലിട്ട് കൊടുത്തു. മോതിരം കാണിക്കുന്നത് എന്താണെന്നറിയാമോ? അന്നത്തെ കാലത്ത് പുത്രത്വം, സൺഷിപ്പ്, ഒരു മകൻ്റെ അടയാളമാണ് മോതിരം. എങ്കിൽ നീ ചോദിച്ചില്ലേ മോനെ, ഇനി മോനാക്കണ്ട, വേലക്കാരനാക്കിയാൽ മതി എന്ന്. ഞാൻ തീരുമാനിക്കും നിന്നെ എന്താക്കണമെന്ന്. നീ എൻ്റെ മകൻ തന്നെ. നീ തെറ്റ് ചെയ്തു, നീ എന്നെ വിട്ടുപോയി, നഷ്ടകഷ്ടങ്ങൾ വരുത്തി, അപമാനം വരുത്തി, നീ നശിച്ചു ഒരർത്ഥത്തിൽ പോയെടുത്ത്. പക്ഷേ എൻ്റെ മകനല്ലാതാവുന്നില്ല നീ.
നിനക്ക് ആ കുറ്റബോധം കൊണ്ട് മകനെ ആക്കണ്ടെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് നീ മകൻ തന്നെ എന്ന് പറഞ്ഞ് അത് തെളിയിച്ചു. അടുത്തത് അപ്പം നോക്കിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, കാലിൽ ചെരുപ്പില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അന്ന് അടിമകൾക്ക് കാലിൽ ചെരുപ്പിടാൻ അവകാശമില്ല. ആരവിടെ? ചെരുപ്പ് കൊണ്ടുപോവാ, ഇട്ട് കൊടുക്കുക. അവൻ ചെരുപ്പ് ഇട്ടു. അതിൻ്റെ അർത്ഥം നീ ഇനി അടിമയല്ല, നീ കുടുംബത്തിലെ അംഗമാണ്, നീ എൻ്റെ മകനാണ്, നീ അവകാശിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടും അപ്പൻ നിർത്തുന്നില്ല. അപ്പൻ അടുത്തൊരു അനൗൺസ്മെൻറ്റ്, എല്ലാവരെയും വിളിക്കുക, ഇവിടെ ഒരു വിരുന്ന് നടത്താൻ പോവുകയാണ്. ഇന്ന് നല്ല ഒന്നാം തരം കാളക്കുട്ടി അടിച്ച് വലിയ വിരുന്ന് നടത്തി, എന്നിട്ട് അന്ന് വലിയ പാട്ടും നൃത്തവും ഒക്കെ തുടങ്ങി. ആ ഗ്രാമം മുഴുവൻ അന്നവിടെ കൂടി ആ സന്തോഷത്തിൽ സന്തോഷിച്ചു. അപ്പൻ്റെ സന്തോഷത്തിൽ ചേർന്ന് പങ്കുകൊണ്ട്. എന്നിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അപ്പൻ, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ അവൻ ജീവിച്ചു. ഈ എൻ്റെ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, പക്ഷെ അവൻ കണ്ടുകിട്ടിയിരിക്കുന്നു. ഞാൻ വാക്കുകൾ നിർത്താൻ പോവാം. ഞാൻ എന്താണ് ഈ പറഞ്ഞു വന്നത്? ഇതാരാണ് ഈ അപ്പൻ? ആരാണ് ഈ പോയ മകൻ? ഈ അപ്പൻ സ്വർഗത്തിലെ ദൈവത്തെ പ്രതികരിക്കും. ഈ പോയ മകൻ ആരെന്നറിയാമോ? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് എൻ്റെ സ്വന്തം ഛായയിലാണ്. പക്ഷേ നമ്മൾ പാപം ചെയ്ത് ആ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തെ വിട്ട് ദൂരെ പോയി. പക്ഷെ ദൂരെ പോയെടുത്ത് ലോകത്തിലേക്കാണ് ഇറങ്ങിപ്പോയത്. പിന്നെ നമ്മൾ ആരുടെയോ കൈക്കീഴിൽ ചെന്ന് ജോലിക്ക് കയറി. അത് ആരുടെ കൈക്കീഴായിരുന്നു എന്നറിയാമോ? പിശാചിൻ്റെ കൈക്കീഴാണ്. അതുകൊണ്ടാണ് ജോലിക്ക് കൂലി കൊടുക്കണ്ടേ. കൂലി എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കണ്ട, ഭക്ഷണത്തിന് കൊടുക്കണ്ടേ. അത് സാധാരണ ഭക്ഷണം വേണ്ട, പന്നിയുടെ ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞില്ലേ, അതുപോലും കൊടുത്തില്ല. അതിൻ്റെ അർത്ഥം എത്ര ക്രൂരനായ ഒരു തൊഴിൽദാതാവാണ് ഈ പിശാചെന്നറിയാമോ? അവനൊരിക്കലും ന്യായമായ ഒന്നും നമുക്ക് തരികയില്ല. നമ്മൾ പിശാചിനെ സേവിച്ചാൽ ഒരിക്കലും നമ്മൾക്ക് വേണ്ടുന്ന ഒന്നും അവൻ തരികയില്ല. അവൻ നമ്മളെ ഒടുവിൽ കൊല്ലുകയുള്ളൂ. ഇന്ന് ലോകത്ത് നോക്കിയാൽ അറിയാം, നമ്മൾ ദൈവത്തെ വിട്ട് പിശാചിനെ സേവിക്കാൻ പോയാൽ ഈ പറഞ്ഞ പോലെ ഒന്നും നമുക്ക് കിട്ടുകയില്ല. എവിടെ വെച്ച് നമുക്ക് സുബോധം വരുമെന്ന് തിരിഞ്ഞ് നടന്ന് ദൈവത്തെങ്കിലേക്ക് വന്നാൽ അവിടെയാണ് ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. ഇതാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. ഇന്ന് ഈ രാത്രികാലം ഞാനും നമ്മളെല്ലാവരും നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ വിട്ട് എവിടെയെങ്കിലും പാപം ചെയ്ത് നമ്മൾ പോയി. അതാണ് സത്യം. അത് നമ്മൾ ജനിച്ച ശേഷം എന്തെങ്കിലും ആദ്യത്തെ ഒരു പാപം ചെയ്ത് അങ്ങനെയല്ല നമ്മൾ പാപിയാവുന്നത്. സാധാരണ പറയാറുണ്ട്, പാപം ചെയ്ത ആളിനെ പാപി എന്ന് വിളിക്കും. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. നാം പാപികളായി തന്നെയാണ് ജനിക്കുന്നത്, അതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. പാപം നമ്മളുടെ ബ്ലഡിലുണ്ട്, അതാണ് വിഷയം. അപ്പം ഇതിന് പരിഹാരം വരുത്തണം. പരിഹാരം ഒന്നേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞു. പാപത്തിൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ 2024 ജീവിക്കുന്ന ഇന്ന് നമുക്ക് ആ 2000 മുമ്പ് നടന്ന മരണമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമുണ്ട്. എന്താണ്? അന്നത്തെ മരണം എൻ്റെ സ്ഥാനത്ത് എനിക്ക് പകരമായിട്ടാണ് യേശു മരിച്ചതെന്ന് ഇന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാണ് സുവിശേഷം. ഇത് ക്രിസ്ത്യാനികളുടെ സുവിശേഷമല്ല. ഇത് പ്രത്യേക മതവിഭാഗത്തിൻ്റേതല്ല. ഇത് മാനവ ലോകത്തിന് മുഴുവനുമായുള്ള ആ സത്വർത്തമാനം ദൈവത്തിന് ഈ ക്രിസ്മസ് സന്ദർഭങ്ങളിലും നമ്മോട് പറയാനുള്ളത് ഇതേ ഉള്ളൂ. മകനെ, മകളെ, നീ എന്നെ വിട്ട് ദൂരെ പോയെങ്കിൽ മടങ്ങി എൻ്റെ അടുത്തേക്ക് വാ. ഞാൻ നിന്നെ കാത്തുപിടിയിരിക്കുകയാണ്. ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നില്ല, ഒരു വിശദീകരണം നീ തരണ്ട, ഒരു മാപ്പപേക്ഷയും തരണ്ട, ഒരു നിൻ്റെ മോക്ഷത്തിന് നിൻ്റെ രക്ഷയ്ക്കുള്ള ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വേറൊരു കാര്യം. നമ്മളിന്ന് മോക്ഷം തേടാൻ വേണ്ടി നമ്മൾ മലകൾ കയറുന്നു, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു, അല്ലേ? ഞാൻ പറയട്ടെ, എങ്ങും ഒരു മലയിൽ പോകണ്ട, എവിടെയും ഒരു ചെന്നൊരു മെഴുതിരി കത്തിക്കണ്ട, എവിടെയും ചെന്ന് നമ്മൾ ഒരു നേർച്ചയും കഴിക്കണ്ട. നമുക്ക് വേണ്ടുന്നത് യേശു ക്രിസ്തു കൊടുത്തു കഴിഞ്ഞു. ഇന്ന് അത് വിശ്വസിച്ച് ഏറ്റെടുത്താൽ മാത്രം മതി. പല വലിയ മത നേതാക്കൾ അല്ലെങ്കിൽ വലിയ വീരപുരുഷരെന്നൊക്കെ പറയുന്ന അവരൊക്കെ ചരിത്രത്തിൽ ജീവിച്ചിട്ടുണ്ട്. അവരെല്ലാം വന്ന് പറഞ്ഞു, ഞങ്ങൾ മോക്ഷത്തിലേക്കുള്ള മാർഗം കാണിച്ചു തരാം എന്ന് പറഞ്ഞു, അല്ലേ? പക്ഷേ മോക്ഷത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞ മഹാന്മാരൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു. യേശുക്രിസ്തു എന്താ പറഞ്ഞതെന്നറിയാമോ? എനിക്ക് വഴിയൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അതിൻ്റെ അർത്ഥം
ആ വഴിയിലൂടെ നമുക്ക് പിതാവായ ദൈവത്തെങ്കിലേക്ക്, മോക്ഷത്തിലേക്ക്, രക്ഷയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ആ ഏക വഴിയെന്ന് പറഞ്ഞതാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയാണ് ഞങ്ങൾ സദ്വർത്തമാനമാണ്, ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. ഇന്ന് വൈകുന്നേരം ഈ കുടുംബവും നിങ്ങളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നതാണ്. ആ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനപ്പുറം യാതൊരു ദുരുദ്ദേശവും ഇതിൻ്റെ പിന്നിൽ ആർക്കും ഇല്ല. ഉണ്ടോ സഞ്ജോ? ഇല്ല, ഒരു ദുരുദ്ദേശമില്ല. നമ്മൾ ഒരുമിച്ച് കൂടി ആ ക്രിസ്മസ്, ആ യേശുദേവൻ്റെ ആ തിരുപ്പിറവി നമ്മളും ആഘോഷിക്കുന്നു. ഇത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം. നമുക്ക് എല്ലാവർക്കും ആ ഭക്ഷണം കഴിഞ്ഞ് സന്തോഷമായിട്ട് വീട്ടിൽ പോവാം. പക്ഷേ വീട്ടിൽ പോകുമ്പോഴും നിങ്ങളിന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞ ഏതൊക്കെയോ വാക്കുകളോ വരികളോ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും. ഉറപ്പാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഭയപ്പെടേണ്ട എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ളൊരു ഭയം നിങ്ങളെ അലട്ടുന്നെങ്കിൽ ഇന്നൊരു വാക്ക് നിങ്ങൾ തരാം. ആ ഭയത്തിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായിട്ട് വിടുവിക്കുവാൻ, അല്ലേ, നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ കഴിയുന്ന ഒരാളുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ഭയം, നിങ്ങളുടെ ഭയം നിങ്ങൾ ആരോടും തുറന്നു പറയണ്ട. പക്ഷെ ദൈവത്തിന് അറിയാം. ആ ഭയത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ ദൈവത്തിന് കഴിയും. അത് ശാരീരികമായ രോഗമാകാം, ഒരു ഭാവിയെക്കുറിച്ചുള്ളൊരു ഭയമാകാം, മക്കളെക്കുറിച്ചുള്ളതോ എന്തിനെക്കുറിച്ചുള്ളതാവട്ടെ, അതിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു വിടുതൽ ഇന്ന് രാത്രി ദൈവത്തിന് തരാൻ കഴിയും. രോഗികളായിട്ട് നിങ്ങൾ ആരെങ്കിലും വന്നെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കാം, ദൈവം വിടുവിക്കും. പക്ഷേ എല്ലാറ്റിലുപരി ഈ ലോകത്തിലെ ആവശ്യങ്ങളെക്കാട്ടിലും ശരീരത്തിലെ ആവശ്യത്തെക്കാട്ടിലും മനുഷ്യന് ഏറ്റവും ആവശ്യം അവനൊരു ആത്മാവായതുകൊണ്ട് ആത്മാവിന് നിത്യജീവൻ ആവശ്യമാണ്. ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. പക്ഷെ മരിച്ച് എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പറയും സ്വർഗത്തിലോട്ട് അല്ലെങ്കിൽ നരകത്തിലോട്ടെന്ന്. അങ്ങനെയല്ല. ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും മനുഷ്യർക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ കൂടാതെ ഒരു നിത്യതയുണ്ട്, ക്രിസ്തുവിനോടൊപ്പം ഒരു നിത്യതയുണ്ട്, അല്ലേ? ആ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക്, ആ പരദീസ അനുഭവത്തിലേക്ക്, ആ നിത്യതയിലേക്ക് നിങ്ങൾ രണ്ട് കൈയും കുത്തി സ്നേഹത്തോടെ ക്ഷണിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു, കാൾ മാർക്സ് പറഞ്ഞ കമ്മ്യൂണിസം അറിയാമല്ലോ. കാൾ മാർക്സ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വളരെ പ്രസിദ്ധമാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, ഓപ്പിയം, അല്ലേ? ആണ്, സത്യമാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല, ക്രിസ്ത്യാനികളെന്നൊരു വിഭാഗത്തെ ഉണ്ടാക്കാനല്ല വന്നത്. കഷ്ടകാലത്തിന് ക്രിസ്ത്യാനികളൊരു വിഭാഗമായിട്ട് മാറി നിൽക്കുന്ന ഒരു മതമായിട്ട് നതപതിച്ചു പോയി. ക്രിസ്തു ഒരു മാർഗമാണ്, ക്രിസ്തു മാർഗമാണ്, അല്ലാതെ ക്രിസ്തു മതമല്ല. അങ്ങനെയെങ്കിൽ ആ മാർഗം എന്താണെന്ന് പറയാനാണ്. ഞങ്ങളൊക്കെ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തൻ്റെ അടുത്തോടെ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളൊന്ന് അടച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആരെങ്കിലും ഒന്ന് ചോദിക്കുന്നു. ഒരാളുടെ ഉള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദ്യം, ബ്രദറെ, സഹോദരായി, പറഞ്ഞതൊക്കെ നന്നായിട്ട് തോന്നി, ശരിയാണ്, പറഞ്ഞതിലൊക്കെ സത്യമുണ്ട്, കാര്യം വളരെ ശാന്തമായിട്ടാണല്ലോ താങ്കൾ ഈ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എൻ്റെ ഉള്ളിൽ ചില ഭയമുണ്ട്, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, എന്നെ അലട്ടുന്ന ചില ദുഃഖങ്ങളുണ്ടെന്ന് ആദ്യം പറഞ്ഞല്ലോ. എനിക്കൊത്തിരി ഏകാന്തത തോന്നുന്നുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ തോന്നുന്നു. ഈ പറഞ്ഞ യേശു നിത്യനായ പിതാവ്, വീരനായ ദൈവം, സമാധാന പ്രഭു, അത്ഭുത മന്ത്രി ആണെങ്കിൽ എനിക്ക് ആ സമാധാനം വേണം, എനിക്ക് ആ സന്തോഷം എനിക്ക് അനുഭവിക്കണം, എനിക്ക് ആ നിത്യരക്ഷ വേണം എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ ഇതിന് ചെയ്യേണ്ടതോ അടുത്ത ഞായറാഴ്ച ഇന്ന പള്ളിയിൽ പോകാമെന്നോ ഇന്ന ധ്യാന കേന്ദ്രത്തിൽ പോകണമെന്നോ അങ്ങനെ ഒന്നുമില്ല. ദൈവം സർവ്വവ്യാപിയാണ്. ആത്മാവാം ദൈവം ഇവിടെ ഉണ്ടെങ്കിൽ ആ ദൈവത്തോട് ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ഒരു പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. പിതാവായ ദൈവമേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുന്നു. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ 2000 കൊല്ലം മുമ്പ് ഈ ഭൂമിയിലൊരു മനുഷ്യനായി അവിടെ നിന്ന് അവതരിപ്പിക്കുവാൻ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ വന്ന് ഉൽപ്പാദിതനായി. ആ സ്ത്രീ ഒന്ന് പ്രസവിക്കാൻ പെട്ട പാട് ഞങ്ങൾ കേട്ടു. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുവേ, അങ്ങ് രക്ഷകനായി ഈ ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി അവതരിച്ച് ഞങ്ങളുടെ രക്ഷയ്ക്കുള്ള വഴി തുറക്കുവാനായി ഞങ്ങൾ ചെയ്ത എല്ലാ പാപത്തിൻ്റെയും ശിക്ഷ അങ്ങ് മനസ്സോടെ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് പകരമായി ദൈവം വിധിച്ചിരുന്ന മരണശിക്ഷ ആ കാൽവരി ക്രൂശിൽ
മരിച്ചതിനായിട്ട് നന്ദി. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: കർത്താവായ യേശുവേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. അങ്ങേ ഞാൻ എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു. അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് അവിടുന്ന് കർത്താവേ എന്നെ മുന്നോട്ടവിടുന്ന് നടത്തണമേ എന്ന ആത്മാർത്ഥമായൊരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അത് വായുകൊണ്ട് ചെറിയ സ്വരത്തിലായിരിക്കും പ്രാർത്ഥിച്ചത്, ഒരുപക്ഷെ നമ്മൾ വാഗുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വീണ്ടും എപ്പോഴെങ്കിലും ഉറക്കത്തിലോ നാളെയോ എപ്പോഴെങ്കിലൊക്കെ വരും. അപ്പം നിങ്ങൾ ഹൃദയത്തിൽ വേറെ ആരും വേണ്ട, നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി: ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ച് ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരും. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ രക്ഷിക്കണമേ. ആ പയ്യൻ ആ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് അപ്പൻ്റെ അടുത്ത് വന്നതുപോലെ നമ്മൾ നമ്മുടെ വഴികൾ വിട്ട് ദൈവത്തിൻ്റെ വഴികളിലേക്ക് മടങ്ങിച്ചെല്ലണം. അതാണ് നമുക്ക് നിത്യരക്ഷ നമുക്ക് ഉറപ്പാക്കി തരുന്നത്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ഇവിടെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഈ പ്രിയ കുടുംബം ക്ഷണിച്ചതനുസരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ അങ്ങയുടെ വിലയേറിയ അങ്ങയുടെ മക്കൾക്കായിട്ട് സ്തോത്രം. അവരോരോരുത്തരുടെ അവസ്ഥകൾ, ആവശ്യങ്ങൾ എല്ലാം അങ്ങ് അറിയുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളാരും ഒന്നും അന്യോന്യം അറിയുന്നില്ല, എൻ്റെ ആവശ്യമില്ല. പക്ഷേ അവരെ സൃഷ്ടിച്ച ദൈവം അവരെ അറിയുന്നതിനായിട്ട് സ്തോത്രം. ദൈവം അവരെ സ്നേഹിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവം അവരെ കരുതുന്നതിനായിട്ട് സ്തോത്രം. അവരാരെങ്കിലും ഭയപ്പെട്ടിരിക്കുന്നെങ്കിൽ അവരോട് ഭയപ്പെടണ്ട എന്നുള്ള സന്ദേശം അങ്ങിന്ന് വൈകുന്നേരവും സംസാരിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെല്ലാം ഒരു ദിവസം അങ്ങേ വിട്ട് ദൂരെ പോയവരാണ്. പക്ഷേ അവിടെ അതാത് കാലങ്ങളിൽ ഒരു സുബോധം തന്നപ്പോഴാണ് ഞങ്ങൾ മടങ്ങി വന്നത് കർത്താവ്. അതുപോലെ ഞങ്ങൾ പിതാവിനെ വിട്ട് ദൂരെ പോകുമ്പോഴാണ് കർത്താവെ ഞങ്ങൾ ഈ ലോകത്തിൻ്റെ എല്ലാ കഷ്ടങ്ങളിലും പെടുന്നത്. പക്ഷേ ഞങ്ങൾ ആ സുബോധം വന്നിട്ട് എപ്പോൾ മടങ്ങി ഞങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നു, ഞങ്ങളോട് ഒരു ചോദ്യവും ചോദിക്കാതെ, ഒരു വിശദീകരണം ആവശ്യപ്പെടാതെ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കർത്താവെ ഞങ്ങളുടെ മടങ്ങി വരും ആഘോഷിക്കുന്ന അപ്പനാണ് ഞങ്ങൾക്ക് സ്വർഗത്തിലുള്ളത്. അങ്ങനെയുള്ള സ്നേഹവാനായ പിതാവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്ന കർത്താവെ, പ്രിയപ്പെട്ട ഓരോരുത്തർക്കും ആ പിതാവിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് വരുവാൻ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിൽ കർത്താവ് രോഗികളായി ആരെങ്കിലും വന്നിരിക്കുന്നുവെങ്കിൽ അവരെ അവിടുന്ന് സൗഖ്യമാക്കണമേ. ആരെങ്കിലും ഭാരങ്ങളാൽ, പ്രയാസങ്ങളാൽ മനസ്സ് വിഷമിച്ച് കർത്താവെ ആരെങ്കിലും ഇന്നിവിടെ വന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് സംസാരിച്ച് അവരുടെ ഹൃദയത്തെ അവിടുന്ന് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി അയക്കണമേ. അവരെ നീ അനുഗ്രഹിക്കണമേ. ചുറ്റുപാടുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കൂട്ടത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സഞ്ജോയും ബെനിറ്റെ 2 കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വർഷാവസാനം കർത്താവെ ഞങ്ങൾ വളരെ അനുഗ്രഹത്തോടെ കർത്താവെ ഈ വർഷം കഴിഞ്ഞ് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാക്കണമേ. ഈ നല്ല സമയം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്കായി ജീവിതം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഈ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ഈ വൈകുന്നേരം